നമസ്കാരം. പടിയാണ്. ഇന്ന് കൊല്ലത്ത് തെന്മല. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള, അതായത് ഏകദേശം 1904 പണി പൂർത്തീകരിച്ച ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽപാത, അതാണ് കണ്ണറപ്പാലം. ഇതാണ് ആ ഐറ്റം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നു പോയതാണ്, പക്ഷേ അതിൻ്റെ ഒന്നും മെമ്മറിയിൽ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോസ് പോലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഈ കണ്ണറ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കണ്ണറ 13 കണ്ണറ പാലം എന്നാണ് അറിയപ്പെടുന്നത്. കണ്ണറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആർച്ച് ഉണ്ടല്ലോ, ആർച്ചിൻ്റെ ആ ഉൾഭാഗത്തെയാണ് കണ്ണറ എന്ന് പറയുന്നത്. 13 തൂണുണ്ട്, 13 അറയുണ്ട്, 12 തൂണുണ്ട്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 100 അടിയാണ്. ഇവിടെ നിന്ന് മദ്രാസിലേക്ക് ചരക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു പാതയാണിത്, റെയിൽപാത. അതായത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത റെയിൽപാത. ഇത് എൻ്റെ സുഹൃത്ത് അൽ-അമീനാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ഈ പാത കാണാൻ വേണ്ടി വന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം ഞാനിവിടെ വിസിറ്റ് ചെയ്യണത്. വലിയ ആഗ്രഹമായിരുന്നു ഇത് വന്ന് കാണണമെന്ന്. കാരണം ചെറിയൊരു ഓർമ്മ മാത്രം കൊണ്ടാണ് പണ്ട് വന്നതിൻ്റെ. അതൊന്ന് പുതുക്കി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഉണ്ടാവും എൻ്റെ യൂട്യൂബ് ചാനൽ. തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. ഓക്കെ. എൻ്റെ യാത്രയിൽ എപ്പോഴും പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ കുറച്ച് നേരം ചിലവഴിച്ച് ഞാൻ പോകാറ്. ഇത് കല്ലറ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു തടയനാണ്. കാണാൻ ഭംഗിയുള്ള ഒരു തടയനാണ്. കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോയത്. അപ്പോൾ കൊല്ലത്തേക്ക് വരുമ്പോൾ ഈ ആലപ്പുഴ, കുട്ടനാട്, ചങ്ങനാശ്ശേരി റൂട്ട് വന്ന ഒരുപാട് കാഴ്ചകൾ കാണാം. ഈ കാഴ്ച ഉള്ളത് കൊല്ലത്തിനോട് അടുത്ത് തന്നെ ഉള്ളതാണ്. ഇവിടെ നിന്ന് സ്വല്പ ദൂരമേ ഉള്ളൂ ഈ പറഞ്ഞ 13 ആർച്ച് ബ്രിഡ്ജ്, അല്ലെങ്കിൽ 13 കണ്ണറ പാലം. ഇത് റെയിൽപാതമാണ്, പർവ്വത റെയിൽപാതമാണ്. എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു പാലമാണ്. 120 വർഷം പഴക്കമുണ്ട്. ഇവിടെ മുകളിലേക്ക് കയറാൻ പാടില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കയറി പോകുന്നുണ്ട്. വേറെ ഒന്നും അലമ്പുണ്ടാക്കാതിരുന്നാൽ മതി. അപ്പം ഞാനും അത് കയറാൻ തീരുമാനിച്ച്. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ മുകളിൽ പ്രവേശിക്കുന്നത്. ഏകദേശം 10 വർഷം മേലെ എങ്ങനെയൊന്നും ആയിട്ടുണ്ടാവും. ഒരടി വെക്കുമ്പോഴും ആ മുകളിൽ നിന്നുള്ള വ്യൂ കാണുന്നതാണ്. തൊട്ടടുത്ത് കൂടി ദേശീയപാത 208 പാസ് ചെയ്ത് പോകുന്നുണ്ട്. തിരുമംഗലം ദേശീയപാതയാണ് ആ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലമുള്ളത് കൊല്ലം ജില്ലയിലെ കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പാലം ഉള്ളത്. ദേശീയപാതയോട് ചേർന്ന് തന്നെയാണ് ഈ പാലം ഉള്ളത്. എനിക്കറിയാൻ കഴിഞ്ഞത് വനമേഖലയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ആ വനമേഖലയോട് ചേർന്ന് തന്നെയാണ് ഈ പാലം ഉള്ളത്. കണ്ടോ, ആ പ്രദേശങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മദ്രാസിലേക്ക് ചരക്ക് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് 120 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട, ബ്രിട്ടീഷുകാർ നിർമ്മിക്കപ്പെട്ട ഒരു പർവ്വത തുരങ്കപാതയാണ്. 1904 ഇത് പണി പൂർത്തീകരിച്ചത്. അപ്പോൾ ഇപ്പം 120 വർഷം പഴക്കമുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞത് 108 മീറ്ററാണ് ഇതിൻ്റെ നീളം പറയുന്നത്. പിന്നെ താഴത്തു നിന്നുള്ള ഹൈറ്റ് പറയുന്നത് 5 മീറ്ററാണ് പൊക്കം പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തുരങ്കപാത കാണാവുന്നതാണ്. കാരണം അത്രയ്ക്കും മനോഹരമെന്ന് പറയാനേ ഇല്ലെങ്കിൽ പോലും ഇത്രയും പഴക്കം ചെന്ന ഒരു നിർമ്മിതി നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണേണ്ടതാണ്. എൻ്റെ ഒരു പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന അൽ-അമീൻ, ഈ പോകുന്ന അൽ-അമീൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. കുറേ നാളത്തെ ഒരു പരിചയം പോലെയായി കുറച്ച് നേരം കൊണ്ട്. അൽ-അമീൻ മാത്രമല്ല, കൂടെ ശ്രീജിത്ത് ഉണ്ട്. ആ കയറി വന്ന 2 പേരും ശ്രീജിത്തും അൽ-അമീനുമാണ്. പരിചയപ്പെടുത്താൻ മറന്നുപോയതാണ്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ വേറെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേയുടെ കുറേ ചാർട്ടുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പയ്യന്മാരുടെ കുറേ ചാർട്ടുകൾ അത് കുത്തിവരച്ചിട്ടുണ്ട്. കുറേ അത് ഉള്ളതാണ്, കുത്തും കോമയൊക്കെ വരച്ചിട്ടിട്ടൊക്കെയാണ് പോകാറ്. എന്നാലും അവർക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ആ തുരങ്കപാത ഇപ്പോഴും നിലനിൽക്കുന്നു. പുതിയ ഇതിലേക്ക് മാറണതാണ്. എനിക്കൊന്ന് വൈദ്യുതീകരിക്കണതാണ് ഈ റെയിൽപാത. അപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. തൊട്ടടുത്ത് കൂടിയാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഈ വനം ഉള്ളതിൻ്റെ പേരിലാണ് ഇത്രയും ആർച്ച് പണിതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം ഈ മൃഗങ്ങൾക്ക് പാസ് ചെയ്ത് പോകാനും വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയാണ് ആ ആർച്ച് പണിതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ശരിക്കും ഒരു വനമേഖല തന്നെയാണ് ഈ പാലത്തിനോട് ചേർന്ന് കാണുന്നത്. നിൽക്കുന്നത് അൽ-അമീനാണ്. കുറേ നേരം ഞങ്ങൾ ചിലവഴിച്ച്. ഞങ്ങൾ ഇവിടെ നിന്ന് ശരിക്കും തെങ്കാശിയൊക്കെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ തെങ്കാശി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാം. അതുകൂടാതെ ഇവിടെ നിന്ന് 24 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ പുനലൂർ തൂക്കുപാലം. ബ്രിട്ടീഷുകാർ തന്നെ പണിത ഈ പഴക്കം ചെന്ന ഒരു തൂക്കുപാലമാണ്. അതും കാണേണ്ട ഒരു കാഴ്ചയാണ്. കുറേ ആൾക്കാർ ആ സമയം കൊണ്ട് വന്നിട്ടാണ്. കുറേ ആൾക്കാർ അതിലെ പോകുന്നവരൊക്കെ കയറി അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ് പോകുന്നത്. ഞങ്ങൾ തിരിച്ച് ഇറങ്ങാൻ സമയമായി.
കാരണം അവർക്ക് രണ്ടുപേർക്കും വീട് പിടിക്കണം, എനിക്കും വീട് എത്തണം എറണാകുളം വരെ. ഏകദേശം 183 കിലോമീറ്റർ ഉണ്ട് എറണാകുളം ടൗണിൽ നിന്ന്. ആർച്ചൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കണതാണ്, കാരണം ഇത്രയും പഴക്കം ചെന്ന ആർച്ച് ഇന്നും അത് ഒരു കേടുപാട് കൂടാതെ നിൽക്കുന്നത് വലിയ കാര്യമായിട്ടാണ് കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത് കൂടി ലോറി, അതായത് നാഷണൽ പെർമിറ്റുള്ള ഒരുപാട് വാഹനങ്ങളൊക്കെ പാസ് ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും ഒരു പരിക്ക് പോലും ഒന്നും തട്ടുകയും മുട്ടുകയും ചെയ്യാതെയൊക്കെ ഇന്നും ഈ കാലഘട്ടത്തിൽ നിന്നെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ടൊന്നും വലിച്ചു നേടി പോകുന്നില്ല. തൊട്ടടുത്ത് കൂടി ഏതൊരു നദി ഒഴുകുന്നുണ്ട്. പിന്നെ ഇത് നിർമ്മിക്കപ്പെട്ടത് സിമെൻറ്റ് കൊണ്ടല്ല, തുർക്കി രീതിയിൽ പണിത ഒരു പാലമാണ്. 13 ആർച്ചുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തെയാണ് കണ്ണറ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണറപ്പാലം പരിചയപ്പെടാനും പുതുക്കാനും നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ പറ്റിയതിൽ അതിയായ സന്തോഷം. കൊല്ലത്തിന് തന്നെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഇനിയും നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അത് മറ്റൊരു അവസരത്തിലാകട്ടെ. അപ്പോൾ തെങ്കാശി പോയതിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്. ശ്രീജിത്തും അല്ലമീനും ഒരു സുഹൃത്തുക്കളെ സമ്മാനിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ കണ്ണറപ്പാലം. ഇവിടെ വെച്ചിട്ടാണ് അവരെ കണ്ടുമുട്ടിയതും പരിചയപ്പെടാനൊക്കെ പറ്റിയത്. അപ്പോൾ അവരെ പരിചയപ്പെടാനും അവരെ സുഹൃത്തുക്കളെ ആക്കി മാറ്റാൻ പറ്റിയതിലൊക്കെ അതിയായ സന്തോഷം. ഈ യാത്രയിലൊക്കെ കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു സുഹൃത്ത് ബന്ധമാണിത്. ഇന്നും അവരായിട്ട് ബന്ധം നിലനിർത്തിയിട്ടുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.